ഉപയോഗിക്കുന്നവരെ പിടിക്കുക എന്നുള്ളതല്ല രാഹുലേ. ഇത് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, ഞാൻ ഉണ്ടാക്കുന്നതല്ലല്ലോ. എനിക്കിത് കൊണ്ടുതരുന്ന ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. ആ സപ്ലൈ ചെയിൻ കണ്ടെത്തി പോയിട്ട് ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം. എവിടെ നിന്നാണ് ഇത് കേരളത്തിലേക്ക് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഇതിന് അവിടെ മൂടോടെ വെട്ടണം. അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ ഈ നമ്മുടെ കേസിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും കായംകുളം MLA മകന്റെ കഞ്ചാവ് കേസ് വന്ന സമയത്ത്, അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ഞാൻ ആ അമ്മയെ കുറ്റം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു സ്വാഭാവികമായിട്ടും ആ പയ്യൻ ഉപയോഗിച്ചോ എന്നുള്ളത് ആർക്കും അറിയൊന്നുമില്ല. ഞാൻ ന്യായീകരിക്കാനും പോകുന്നില്ല, തള്ളിക്കളയാനും പോകുന്നില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഇവിടെ തെറ്റുകാരൻ സ്റ്റേറ്റ് ആണ്, കുറ്റം സ്റ്റേറ്റിന്റെയാണ്. എങ്ങനെ ആ സാധനം ആ കുട്ടികളുടെ കയ്യിലെത്തി? 17-18 വയസ്സുള്ള കുട്ടികളുടെ കയ്യിലേക്ക് എങ്ങനെ ഈ സാധനം എത്തുന്നു? അല്ല, അതിനകത്ത് വേറൊരു കാര്യം, സജി ചെറിയാൻ എന്ത് പറഞ്ഞത്? മന്ത്രിയാണ്, ഒരു മന്ത്രി ഒരു പൊതുവേദി വന്നിട്ട് പറയാ പുക വലിക്കുന്നത് പിള്ളേരല്ലേ എന്ന്. ഞാൻ രാഹുലിനോട് കൃത്യമായിട്ട് പറയാം. ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ആലുവയിൽ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറി. ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ യൂണിഫോം ഇട്ടൊരു പയ്യൻ നിന്ന് സിഗരറ്റ് വലിക്കുക. ഇപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു പയ്യൻ ഇവനെ ഉപദേശിക്കുക. എന്നിട്ട് കടക്കാരനോട് തട്ടി കയറുക. ഇവനും സിഗരറ്റ് വലിച്ചോണ്ടാ. അപ്പൊ ആ കടക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും സാറേ? വൈകുന്നേരം കൂട്ടം കൂടി വന്ന് ഞങ്ങളെ തെരുവിളിക്ക് അടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം കൊടുക്കുക എന്നല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക?